നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒരു മണ്ഡലത്തിൽ ഒരേ ആളിന്റെ പേര് നിരവധി തവണ ചേർത്തതിന്റെ തെളിവുകൾ ചെന്നിത്തല പുറത്തുവിട്ടു. കഴക്കൂട്ടത്ത് 4506, കൊല്ലം 2534, തൃക്കരിപ്പൂർ 1436, കൂത്തുപറമ്പ് 3525 എന്നിങ്ങനെ കള്ളവോട്ടുകൾ ചേർത്തെന്ന് ചെന്നിത്തല. കള്ളവോട്ട് വിഷയത്തിൽ ഭരണകക്ഷിയോട് കൂറുള്ള ഉദ്യോഗസ്ഥരെ സംശയിക്കുന്നതായും ചെന്നിത്തല. ഒരേ വിലാസവും ഒരേ ഫോട്ടോയും ഉപയോഗിച്ചും ചിലയിടത്ത് ഫോട്ടോയിലും വിലാസത്തിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയുമാണ് കൃത്രിമമെന്ന് പ്രതിപക്ഷ നേതാവ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. 5 മണ്ഡലങ്ങളിലെ ക്രമക്കേടിന് തെളിവ് കൈമാറി. പട്ടികകൾ സൂക്ഷ്മമായി പരിശോധിച്ച് വ്യാജ വോട്ടുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ടു. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതിപക്ഷ നേതാവിന് ഉറപ്പു നൽകി. പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത് പ്രതിപക്ഷ നേതാവായിരിക്കുമെന്ന് കടകംപള്ളി. അദ്ദേഹം കൃത്യമായ കണക്ക് പറയാൻ കാരണം അതായിരിക്കും. ഇത്രയും വില കുറഞ്ഞ രീതിയിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. എതിർ സ്ഥാനാർത്ഥികളെ ബഹുമാനത്തോടെ കാണുന്നുവെന്നും കടകംപള്ളി. കള്ളവോട്ട് തടയാനാണ് ബൂത്തുകളിൽ ആളുകൾ ഇരിക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കള്ളവോട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ഇത്തരം പ്രസ്താവനകൾ എല്ലാ കാലത്തുമുള്ളതെന്നും കാനം. തവനൂരിൽ ഫിറോസ് കുന്നുംപറമ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഫിറോസ് മത്സരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടെന്നും ചെന്നിത്തല. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ ബിജെപി സ്ഥാനാർത്ഥി. കേന്ദ്ര നേതൃത്വം ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മാനന്തവാടിയിൽ പിന്മാറിയ മണികണ്ഠൻ പണിയയ്ക്ക് പകരം മുകുന്ദൻ പള്ളിയറ സ്ഥാനാർത്ഥിയാകും. കരുനാഗപ്പള്ളിയിൽ ബിടി സുധീറും കൊല്ലത്ത് എം സുനിലുമാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ശോഭാ സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ച്. RSS സൈദ്ധാന്തികനും ഓർഗനൈസർ മുൻ പത്രാധിപരുമായ R ബാലശങ്കർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ശോഭയെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കഴക്കൂട്ടത്ത് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ. ശബരിമലയിലെ വിശ്വാസഘാതകനായ കടകംപള്ളി സുരേന്ദ്രൻ അമ്മമാരുടെ കണ്ണീരിന് മുന്നിൽ മുട്ടുമടക്കും. തന്റെ സ്ഥാനാർത്ഥിത്വത്തിനല്ല പ്രസക്തി. വിശ്വാസികൾ സർക്കാരിനോട് പകരം ചോദിക്കും. തന്നേക്കാൾ പ്രഗത്ഭമതികൾ ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് വിജയിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കഴക്കൂട്ടത്തിന് യോജിച്ച സ്ഥാനാർത്ഥിയാണ് ശോഭ. തെരഞ്ഞെടുപ്പ് സമിതിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ശോഭാ സുരേന്ദ്രനെ ഫോണിൽ വിളിച്ചിരുന്നു. കഴക്കൂട്ടത്ത് പ്രചാരണത്തിന് പോകുമെന്നും മുരളീധരൻ. RSS സൈദ്ധാന്തികൻ R ബാലശങ്കറിന്റെ വെളിപ്പെടുത്തലിൽ വട്ടം ചുറ്റി ബിജെപിയും സിപിഎമ്മും. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ബിജെപി സിപിഎം ഡീൽ എന്ന ആരോപണമാണ് നിലവിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം. പ്രസ്താവനയെ സിപിഎമ്മും ബിജെപിയും തള്ളുമ്പോൾ രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് നീക്കം. ബാലശങ്കറിനെ തള്ളി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സീറ്റ് കിട്ടാത്തതിലെ നിരാശ കൊണ്ടുള്ള വൈകാരിക പ്രകടനമാണ് ബാലശങ്കർ നടത്തിയത്. അതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. കോൺഗ്രസും സിപിഎമ്മും മാധ്യമപ്രവർത്തകരെ കരുക്കളാക്കുന്നു. അതിൽ മാധ്യമപ്രവർത്തകരും ബിജെപി നേതാക്കളും പെടരുതെന്നും മുരളീധരൻ. ബാലശങ്കറിന്റെ പ്രസ്താവന തള്ളി ബിജെപി ദേശീയ വക്താവ് ഗോപാലകൃഷ്ണ അഗർവാൾ. ബിജെപി ഇരുമുന്നണികളെയും എതിർക്കുന്നു. ബാലശങ്കർ പറഞ്ഞതിനോട് യോജിപ്പില്ല. LDFും UDFുമാണ് പരസ്പരം വോട്ടുകൾ കൈമാറുന്നതെന്നും അഗർവാൾ. ബിജെപി സിപിഎം കൂട്ടുകെട്ട് എന്നത് നുണപ്രചാരണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് എന്തുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് സിപിഎം മത്സരിപ്പിക്കുന്നത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ സിപിഎം തയ്യാറാകാത്തത് ഒത്തുകളിയുടെ ഭാഗമെന്ന് കെ സുരേന്ദ്രൻ. R ബാലശങ്കറിന്റെ വിമർശനം തള്ളി ബിജെപി നേതാവ് O രാജഗോപാൽ. ബിജെപി സിപിഎം കൂട്ടുകെട്ടെന്ന് പറയുന്നതിൽ വാസ്തവമില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണം തടയാൻ ബിജെപി മുമ്പ് കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ടുണ്ടെന്നും രാജഗോപാൽ. ശോഭാ സുരേന്ദ്രൻ മികച്ച നേതാവാണെന്നും കഴക്കൂട്ടത്ത് അവർ മത്സരിക്കട്ടെയെന്നും രാജഗോപാൽ. ബാലശങ്കറിന്റെ ആരോപണങ്ങളെ കുമ്മനം രാജശേഖരനും തള്ളി. ബാലശങ്കർ ഉദ്ദേശിച്ചതെന്തെന്ന് വ്യക്തമല്ലെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ബിജെപി സിപിഎം ധാരണയെക്കുറിച്ച് R ബാലശങ്കർ പറഞ്ഞതിനെ ഗൌരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല.
കോൺഗ്രസിനെ തോൽപ്പിച്ച് CPM തുടർഭരണം ഉറപ്പാക്കാൻ BJP എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് മറച്ചുവെക്കാനാണ് മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ചെന്നിത്തല. RSS സൈദ്ധാന്തികൻ R. ബാലശങ്കറിന് സീറ്റ് കിട്ടാത്തതിലുള്ള രോഷപ്രകടനമാണ് കാണുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. BJP സീറ്റ് കൊടുക്കാത്തതിന് CPMനെ കൂടി എന്തിനാണ് ചേർത്ത് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കോന്നിയും ചെങ്ങന്നൂരും ധാരണയായിട്ടുണ്ടെങ്കിൽ കാശ് മുടക്കി K. സുരേന്ദ്രന് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ നടക്കേണ്ടി വരുമോ എന്നും കോടിയേരി ചോദിച്ചു. ബാലശങ്കറിന്റെ തുറന്നു പറച്ചിൽ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് നേതാക്കൾ. CPM BJP ധാരണയെന്ന ആരോപണം മുല്ലപ്പള്ളി ആവർത്തിച്ചു. BJP CPM നീക്കുപോക്കെന്ന കോൺഗ്രസ് ആരോപണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു തള്ളി. കേരളത്തിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് വള്ളം തുഴയുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ബാലശങ്കറിന്റേത് സീറ്റ് കിട്ടാത്തതുകൊണ്ടുള്ള ആരോപണമെന്നും കാനം. R. ബാലശങ്കർ പറഞ്ഞത് ഗൌരവതരമെന്ന് K. മുരളീധരൻ. RSSുകാർ അധികാരമോഹികൾ അല്ലെന്നാണ് പൊതുധാരണ. അങ്ങനെയാണെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞാൽ തിരുത്താനില്ല എന്നും മുരളീധരൻ. CPM BJP ധാരണയുണ്ടെന്ന് കരുതുന്നില്ല എന്ന് PC ചാക്കോ. വിട്ടുവീഴ്ച കൂടാതെ RSS BJP നിലപാടുകളെ എതിർക്കുന്നത് CPM ആണ്. ശബരിമല വിഷയം ഉയർത്തിക്കാട്ടുന്നത് ആശയ ദാരിദ്ര്യം കൊണ്ടെന്നും PC ചാക്കോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തുന്നു. ഈ മാസം 30 മുതൽ ഏപ്രിൽ 2 വരെ മോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തും. കന്യാകുമാരിയിലും മോദി പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. വയനാട്ടിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. മാനന്തവാടിയിൽ OR കേളുവിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഏജൻസികളുടെ വിരട്ടലിന് പറ്റിയ മണ്ണല്ല കേരളത്തിലേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി അടക്കമുള്ള സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസും BJPയും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത്തരം ശ്രമങ്ങളെ നിയമപരമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി. കേരളം ഒഴികെ എല്ലായിടത്തും ആഗോള ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കുമ്പോൾ കേരളത്തിൽ ബദൽ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ്. കേരളത്തിലുണ്ടായ പ്രകടമായ മാറ്റം എല്ലാവരും അംഗീകരിച്ചു. ഏറ്റവും മികവുറ്റ ഭരണ സംവിധാനം കേരളത്തിലേതാണ്. ഇടതു ഭരണത്തിൽ കേരളത്തിന്റെ യശസ് ഉയർത്താനായി എന്നും മുഖ്യമന്ത്രി. തുടർഭരണം എന്നാൽ ഇപ്പോഴുള്ള മന്ത്രിമാരും MLAമാരും തുടരുക എന്നതല്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. നിലവിലുള്ളവർ അതുപോലെ തുടരാൻ കേരളത്തിൽ ചൈനയെപ്പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല. ഇവിടെയുള്ളത് ജനാധിപത്യ ഭരണമാണ്. തോമസ് ഐസക്കിനെയും G. സുധാകരനെയും മത്സരിപ്പിക്കേണ്ടതില്ലെന്ന് പാർട്ടി എടുത്ത തീരുമാനമാണ്. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാവർക്കും ബാധകമാണ്. 30 വർഷം മന്ത്രിമാരും MLAമാരും മാറാതിരുന്നതാണ് ബംഗാളിലെ തിരിച്ചടിക്കുണ്ടായ കാരണമെന്നും News 18 പടനായകർ അഭിമുഖത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 75 വയസ്സു കഴിഞ്ഞതിനാൽ കേന്ദ്രമന്ത്രിയാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ BJP എങ്ങനെയാണ് E. ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ ഇപ്പോൾ BJPക്ക് എത്ര മുഖ്യമന്ത്രിമാരാണുള്ളത്? കഴിഞ്ഞ തവണ ജയിച്ച ഒരു സീറ്റിൽ കൂടി തോൽക്കാൻ പോകുന്ന പാർട്ടി ഈ മുഖ്യമന്ത്രിമാരെ എന്തു ചെയ്യും? ഹെലികോപ്റ്ററിൽ കറങ്ങി സുരേന്ദ്രൻ കാശ് തീർക്കുകയുള്ളൂ എന്നും കോടിയേരി. UDFന്റെ ശക്തി മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റിൽ പോലും ജയിക്കില്ല. കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗം ഇടതുമുന്നണിയിലേക്ക് വന്നതോടെ UDF കൂടുതൽ ദുർബലമായെന്ന് കോടിയേരി. കോൺഗ്രസ് ദുർബലരാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ജയിക്കില്ലെന്നും കോടിയേരി. UDFന്റെ ശക്തി മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നണി വിട്ടതോടെ കൂടുതൽ ദുർബലമായി. CPMന്റെ തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള പണം മുഴുവൻ ബക്കറ്റ് പിരിവിലൂടെ കിട്ടിയതാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സ്വർണ്ണക്കടത്തിലൂടെ വന്ന പണമാണെന്ന് പറയുന്ന BJPയെ കോർപ്പറേറ്റുകളാണ് സഹായിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് ബക്കറ്റിലൂടെ പിരിച്ച പണം മാത്രമേ CPM ഉപയോഗിക്കുന്നുള്ളൂ എന്നും കോടിയേരി. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നുണ്ടോ എന്ന് ഗവേഷണം നടത്തേണ്ട സമയമല്ല ഇപ്പോഴെന്ന് K. മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ വിജയമാണ് ലക്ഷ്യം. K. സുധാകരൻ കോൺഗ്രസിന്റെ താരപ്രചാരകനാണ്. മുൻപന്തിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും. നേമത്ത് കോൺഗ്രസിന് വിജയം ഉറപ്പെന്നും മുരളീധരൻ.
ശക്തനായ ആൾ എന്ന പേരിൽ നേമത്ത് കെ മുരളീധരനെ കൊണ്ടുവന്നത് മതനിരപേക്ഷ വോട്ട് ഭിന്നിപ്പിക്കാനെന്ന് കോടിയേരി. കഴിഞ്ഞ തവണ ദുർബലിനെ നിർത്തി ബിജെപിയെ സഹായിച്ച കോൺഗ്രസ് ഇത്തവണ ശക്തനെ നിർത്തി സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് പിടിച്ചാൽ നേമത്ത് ഇടതുമുന്നണി ജയിക്കുമെന്നും കോടിയേരി. നേമത്ത് മൃദു ഹിന്ദുത്വം മറച്ചുവെക്കാനുള്ള കോൺഗ്രസ് നാടകമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ബിജെപിയോട് കോൺഗ്രസ് ഒത്തുപോവുകയല്ല, പോരാടുകയാണ് എന്ന് വരുത്താനാണ് നാടകം. ഇത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാനാണ്. നേമത്ത് കെ മുരളീധരനെ മത്സരിപ്പിക്കുമ്പോൾ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ പതിവ് പോലെ കോൺഗ്രസ് ബിജെപി വോട്ട് കച്ചവടമുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നും വിജയരാഘവൻ. പി ജെ ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്ന പ്രതിസന്ധിക്ക് പരിഹാരം. ജോസഫ് വിഭാഗം പി സി തോമസിന്റെ പാർട്ടിയിൽ ലയിക്കും. നിലവിലെ ചിഹ്നമായ കസേരയ്ക്ക് പകരമായി സൈക്കിൾ ചിഹ്നമായിരിക്കും ലയനത്തോടെ ലഭിക്കുക. കടുത്തുരുത്തിയിൽ ഇന്ന് നടക്കുന്ന UDF കൺവെൻഷനിൽ പി സി തോമസ് പങ്കെടുക്കും. കേരള കോൺഗ്രസിൽ പി ജെ ജോസഫ് ചെയർമാനും പി സി തോമസ് ഡെപ്യൂട്ടി ചെയർമാനും മോൻസ് ജോസഫ് വൈസ് ചെയർമാനുമാകാൻ ധാരണ. NDA വിട്ടതായി പി സി തോമസ് വിഭാഗം. പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് NDA വിട്ടതെന്ന് പി സി തോമസ്. ജോസഫിന്റെ പാർട്ടിക്ക് ചിഹ്ന പ്രശ്നമുണ്ടാകും മുൻപേ ലയനം ചർച്ച ചെയ്യുന്നതാണ്. ലയനം ശേഷം പി ജെ ജോസഫ് പാർട്ടിയെ നയിക്കും. കൂടുതൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പി സി തോമസ്. ലയനത്തോടെ പാർട്ടിയും മുന്നണിയും ശക്തിപ്പെടുമെന്നും മോൻസ് ജോസഫ്. ജനകീയ അടിത്തറ വിപുലപ്പെടും. യഥാർത്ഥ കേരള കോൺഗ്രസ് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ളതാണെന്ന് കേരളത്തിന് ബോധ്യപ്പെടുകയാണ്. സൈക്കിൾ ചിഹ്നത്തിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ചിഹ്നം ആവശ്യപ്പെടും. മറ്റ് നേതാക്കളുടെ പദവി അടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മോൻസ് ജോസഫ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോൾ വീണ്ടും സജീവമായി ശബരിമല യുവതീ പ്രവേശനം. യുവതീ പ്രവേശനത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്ന് സീതാറാം യെച്ചൂരി. കോടതി വിധിയെ എതിർക്കാൻ സർക്കാരിനാകില്ലെന്നും യെച്ചൂരി. യെച്ചൂരിയുടെ നിലപാടിനോട് പ്രതികരിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായില്ല. ശബരിമല വിഷയത്തിൽ CPM-നും സർക്കാരിനും കാപഢ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. CPM-ന്റെ ദേശീയ നേതൃത്വം ഒരു നിലപാട് പറയുന്നു, സംസ്ഥാനത്ത് വേറെ നിലപാടാണ് നേതാക്കൾ പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സുരേന്ദ്രൻ. ശബരിമല വിഷയം വട്ടിയൂർക്കാവിൽ ചർച്ചയാകുമെന്ന് UDF സ്ഥാനാർത്ഥി വീണ നായർ. സ്വന്തം മണ്ണാണ് വട്ടിയൂർക്കാവ്, വിജയിക്കുമെന്നും വീണ നായർ. PC ചാക്കോയ്ക്ക് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടുന്നു. പാർട്ടിയിൽ കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് KPCC മുൻ ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു. പാർട്ടി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുവെന്നും സുരേഷ് ബാബു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായ ശേഷമാണ് കടുത്ത അവഗണന നേരിടുന്നതെന്നും സുരേഷ് ബാബു. നിരവധി നേതാക്കൾ ഉടൻ കോൺഗ്രസ് വിടുമെന്ന് PC ചാക്കോ. അവരെ ഒരുമിച്ച് കൂട്ടി NCP-യിലെത്തിക്കും. പലരുമായും സംസാരിച്ചു കഴിഞ്ഞു. ശബരിമല വിഷയം കോൺഗ്രസ് വീണ്ടും ഉയർത്തുന്നത് ആശയദാരിദ്ര്യം മൂലമെന്നും ചാക്കോ. കോൺഗ്രസ് രാഷ്ട്രീയം മടുത്തതായി കെ സുധാകരൻ തന്നോട് പറഞ്ഞെന്ന് PC ചാക്കോ. പാർട്ടിയിൽ തുടരണമോ എന്ന് ആലോചിക്കുന്നതായും സുധാകരൻ പറഞ്ഞുവെന്ന് PC ചാക്കോ. തകരുന്ന പളുങ്കുപാത്രമാണ് കോൺഗ്രസ് എന്നും ചാക്കോ. PC ചാക്കോയെ തള്ളി കെ സുധാകരൻ. ചാക്കോ തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. അദ്ദേഹം എന്തിനാണ് NCP-യിലേക്ക് പോയത് എന്നറിയില്ല. ചാക്കോയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല. അടുത്ത കാലത്തൊന്നും ചാക്കോയുമായി സംസാരിച്ചിട്ടില്ല എന്നും കെ സുധാകരൻ. മറ്റന്നാൾ മുതൽ LDF യോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന് PC ചാക്കോ. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ഡലത്തിൽ പിണറായി വിജയനൊപ്പമാകും ആദ്യ പ്രചാരണമെന്ന് NCP-യിലെത്തിയ PC ചാക്കോ. പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുമെന്നും ചാക്കോ. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം തെളിയിക്കാൻ മുല്ലപ്പള്ളിയെ വെല്ലുവിളിച്ച് ലതിക സുഭാഷ്. മുല്ലപ്പള്ളിയുടെ പ്രതികരണങ്ങൾ ബാലിശം, കാലമെല്ലാം തെളിയിക്കും. അവഗണിക്കപ്പെട്ട നിരവധി നേതാക്കൾ വിളിച്ച് പിന്തുണ അറിയിച്ചുവെന്നും ലതിക സുഭാഷ്. വയനാട്ടിൽ T സിദ്ദീഖിനെതിരെ പോസ്റ്റർ. കൽപ്പറ്റയിൽ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ടെന്ന് പോസ്റ്ററിൽ പറയുന്നു. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ. വയനാട്ടിലെ കോൺഗ്രസിനെ രക്ഷിക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യം. ഇരിക്കൂർ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുന്നു. UDF കൺവീനർ MM ഹസനും KC ജോസഫും A ഗ്രൂപ്പ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരമായില്ല. മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് A ഗ്രൂപ്പിന്റെ തീരുമാനം. ബദൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യവും A ഗ്രൂപ്പ് ആലോചിക്കുന്നു.
ഇരിക്കൂരിൽ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കണമോ എന്ന് എ ഗ്രൂപ്പ് ചർച്ച ചെയ്യും. സജീവ് ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടില്ല എന്ന് ഏറെക്കുറെ വ്യക്തം. ഈ സാഹചര്യത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കാൻ 15-അംഗ കമ്മിറ്റിയെ എ ഗ്രൂപ്പ് നിയോഗിച്ചു. കോവിഡ് കേസുകളിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച തുടങ്ങി. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം. मतलब कि हमारे वैक्सीनेशन सेंटर उतने नहीं है और या तो एक्टिव नहीं है. देखिए टेक्नोलॉजी हमारी बहुत मदद कर रही है. हम बहुत आसानी से डे टू डे चीजों को ऑर्गेनाइज कर सकते हैं. इसका हमें फायदा तो लेना है, लेकिन उसमें उसके आधार पर हमें इंप्रूवमेंट करना है. हमारे जितने सेंटर्स प्रोएक्टिव होंगे, मिशन मोड में काम करेंगे, वेस्टेज भी कम होगा, संख्या भी बढ़ेगी और एक विश्वास तुरंत बढ़ेगा. मैं चाहता हूं कि इसको बल दिया जाए. साथ ही एक बात हमें ध्यान रखनी होगी, क्योंकि ये वैक्सीन निरंतर प्रोडक्शन हो रहा है और जितना जल्दी हम इससे बाहर निकले हमें निकलना है. अदरवाइज ये 1 साल 2 साल 3 साल तक खींचता चला जाएगा. एक मुद्दा है वैक्सीन की एक्सपायरी डेट. हमें ध्यान रखना चाहिए कि जो पहले आया है उसका पहले उपयोग हो, जो बाद में आया है उसका बाद में उपयोग हो. अगर जो बाद में आया हुआ हम पहले उपयोग कर लेंगे तो फिर एक्सपायरी डेट और वेस्टेज की स्थिति बन जाएगी. और इसलिए मुझे लगता है कि अवॉइडेबल वेस्टेज से तो हमें बचना ही चाहिए. हमें पता होना चाहिए कि ये लॉट हमारे पास जो है इसकी एक्सपायरी डेट ये है, हम सबसे पहले इसका उपयोग कर लेंगे. ये बहुत जरूरी है. और इन सभी बातों के साथ इस संक्रमण के फैलाव को रोकने के लिए जो मूलभूत कदम है, जैसा मैं कहता हूं, दवाई भी और कड़ाई भी. मास्क पहनना है, 2 गज की दूरी बनाए रखना है, साफ सफाई का ध्यान रखना है. पर्सनल हाइजीन हो या सोशल हाइजीन, पूरी तरह उसको बल देना पड़ेगा. ऐसे कई कदम जो पिछले 1 साल से हम करते आए हैं, फिर से एक बार उसको बल देने की जरूरत है. फिर से इस बार आग्रह करने की जरूरत है. उसमें हमें कड़ाई करनी पड़े तो करनी चाहिए. जैसे हमारे कैप्टन साहब कह रहे थे कि हम कल से एक बड़ा कड़ाई करने का मूवमेंट चला रहे. अच्छी बात है. मुझे लगता है कि हम सबने इस दिशा में हिम्मत के साथ करना पड़ेगा. मुझे विश्वास है कि इन विषयों पर लोगों की जागरूकता बनाए रखने में हमको सफलता मिलेगी. मैं फिर एक बार കോവിഡ് കേസുകൾ വീണ്ടും വർധനവ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം. പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കില്ല. ചീഫ് സെക്രട്ടറി ആയിരിക്കും പങ്കെടുക്കുക. ഏതെങ്കിലും അത്യാവശ്യ സാഹചര്യമുണ്ടെങ്കിൽ മാത്രമായിരിക്കും അദ്ദേഹം ഇന്ന് പങ്കെടുക്കുക. ഇടവേള. നിങ്ങൾ ടൈൽസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 12 നടക്കും. വയലാർ രവി, കെ രാഗേഷ്, PV അബ്ദുൾ വഹാബ് എന്നിവരുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 12 വൈകിട്ട് 5 മണിക്ക് തന്നെ ഫലവും അറിയാനാകും. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ച അബ്ദുൾ വഹാബ്, കെ രാഗേഷ്, വയലാർ രവി എന്നിവരുടെ കാലാവധി ഏപ്രിൽ 21 അവസാനിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഏപ്രിൽ 12 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം മാർച്ച് 24 ഇറങ്ങും. മാർച്ച് 31 നോമിനേഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി. ഏപ്രിൽ 3 സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. നോമിനേഷൻ പിൻവലിക്കുവാനുള്ള തീയതി ഏപ്രിൽ 5. 12 തീയതിയാണ് വോട്ടെടുപ്പ്. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് വോട്ടെടുപ്പ്. അന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ ഫലം പുറത്തുവരികയും ചെയ്യും. ഏപ്രിൽ 16 നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും. രേണുക. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂരിൽ കോൺഗ്രസ് വിമതൻ മത്സരിക്കും. KPCC അംഗം UV ദിനേശ് മണി സ്ഥാനാർത്ഥിയാകും. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, ഏത് സാഹചര്യത്തിലാണ് വിമതനായി മത്സരിക്കാനുള്ള തീരുമാനം? എങ്ങനെയായിരിക്കും ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക?
രേണുക എലത്തൂരിൽ NCK സ്ഥാനാർത്ഥിയായ സുൽഫിക്കർ മയൂരിയെ അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസ് സജീവമായി തന്നെ സമര പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു. നേതൃത്വത്തെ യഥാസമയം തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കേണ്ടതുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് യോഗം ചേർന്ന ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. KPCC നിർവാഹക സമിതി അംഗമായ UV ദിനേശ് മണിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ NCKയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് NCK സ്ഥാനാർത്ഥി വരുന്നത്. AK ശശീന്ദ്രനാണ് ഇവിടെ NCPയുടെ സ്ഥാനാർത്ഥിയാവുന്നത്. ശക്തമായ ഒരു മത്സരത്തിനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. സ്വാഭാവികമായും ഇത് കോൺഗ്രസിന് ലഭിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ ഈ മുന്നണി മര്യാദ അനുസരിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങുകയും യൂത്ത് കോൺഗ്രസ് തന്നെ കോൺഗ്രസിലെ ഒരു ആളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത് വലിയ തോതിൽ കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ വാളയാർ പെൺകുട്ടികളുടെ അമ്മ നാളെ പത്രിക സമർപ്പിക്കും. വാളയാർ നീതി സമര സമിതിയുടെ സ്ഥാനാർത്ഥിയായാണ് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുക. ഇവരെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ UDF ഇന്ന് നിലപാട് വ്യക്തമാക്കും. അതേസമയം വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് ഏത് മണ്ഡലത്തിലും മത്സരിക്കാമെന്നും അവർക്കൊപ്പമാണ് എല്ലാവരും നിന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി. വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കൊപ്പമാണ് താനെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ബാലിശമെന്ന് ഉമ്മൻചാണ്ടി. കേസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കോടതി കണ്ടെത്തിയിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകുകയാണ് സർക്കാർ ചെയ്തത്. AK ബാലൻ പെൺകുട്ടികളുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഉമ്മൻചാണ്ടി. ധർമ്മടത്തെ UDF നിലപാട് ഇന്ന് പറയുമെന്ന് രമേശ് ചെന്നിത്തല. KC വേണുഗോപാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും ചെന്നിത്തല. TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വത്തിന് വടകരയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് KK രമ. വടകരയിൽ ഇത്തവണ ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും പ്രചാരണത്തിന് തുടക്കമിടുകയാണെന്നും KK രമ. കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് കടകംപള്ളി. ജനങ്ങൾ തുടർഭരണം ആഗ്രഹിക്കുന്നുവെന്നും കടകംപള്ളി. നേമത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി V ശിവൻകുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. നേമം മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പമെന്ന് ശിവൻകുട്ടി. ബാലശങ്കറിന്റെ പ്രസ്താവന അടിസ്ഥാനമില്ലാത്തത്. ഒന്നാം സ്ഥാനം എന്നത് K മുരളീധരന്റെ ആഗ്രഹം മാത്രമെന്നും ശിവൻകുട്ടി. മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള ഇടത് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. LDFന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം പുറത്തിറക്കി. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദമാക്കുന്നതാണ് ഗാനം. ഇടതുപക്ഷ ഭരണമിനിയും എത്തണം, ജനത്തിനായി ക്ഷേമകാലം വീണ്ടും എത്തണം. സമത പുലരുമിനിയും ഇവിടമാകെ നന്മയെത്തും, ഉറച്ചു മുന്നിലെത്തും. ഉറപ്പാണ് ഇടതുപക്ഷം, ഉറപ്പാണ് ജനഹിതം. ഗതിക കലാകാരികൾക്കൊപ്പം വയനാട് ജില്ലാ കളക്ടറുടെ നൃത്തം. വയനാട്ടിൽ വോട്ടിംഗ് ബോധവൽക്കരണത്തിനായുള്ള സ്വീപ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി നടന്ന കലാപരിപാടികളിലാണ് ജില്ലാ കളക്ടറും പങ്കെടുത്തത്. ചെണ്ട കൊട്ടിയും നൃത്തത്തിനൊപ്പം ചുവടുകൾ വെച്ചും കളക്ടറും പങ്കെടുത്തപ്പോൾ കാണികൾക്ക് ആവേശമായി. ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ ഏവരും പങ്കാളികളാകണമെന്ന് ജില്ലാ കളക്ടർ. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ ടെക്നിക്കൽ വിഭാഗം ജീവനക്കാർ നാളെ പണിമുടക്കും. കേന്ദ്ര സർക്കാരിന്റെ പേഷ്യന്റ് കെയർ അലവൻസ് ശ്രീചിത്രയിലും അനുവദിക്കണമെന്നാണ് ആവശ്യം. നിരവധി തവണ മാനേജ്മെന്റിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ജീവനക്കാരുടെ സംഘടനയായ ഫോംടെക്. News18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.